എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. കാരണം ഞാൻ ഇന്നലെ പര്യടനം അവസാനിപ്പിക്കുന്നത് രാത്രി 2:30 മണിക്കാണ്. രാത്രി 2:30 മണിക്ക് കേസേട്ട പോയിന്റിൽ എത്തിച്ചേരേണ്ട സമയം 8:30 ആയിരുന്നു. 8:30 മണിക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട് 2:30 മണിക്ക് ഇന്നലെ ഞാന് അവിടെ എത്തിച്ചേരുമ്പോഴും അതിൽ നിന്ന് ഒരാള് പോലും പോവാത്തൊരു സ്നേഹം ഈ 20 പാർലമെന്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വടകരയിൽ മാത്രമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇതാ പൊള്ളുന്ന വെയിലാണ്, ചൂടാണില്ല, വേർത്തൊലിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെ ഒരാളും ഇവിടുന്ന് മാറുന്നില്ല. റോഡിന്റെ സൈഡിൽ ഇരിക്കാൻ കസേരയില്ലാത്ത ആളുകളും എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നു. ഞാന് നമ്മുടെ അല്ലേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു പര്യടനത്തിന് വന്നു, AP അനിൽകുമാർ. അപ്പൊ ഉച്ചയ്ക്ക് പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1:30-2 മണി, 1:35 അപ്പൊ റോഡിലൊക്കെ മുഴുവൻ ആളുകൾ ഇറങ്ങി നിന്നിട്ട് മുമ്പര് പറയാ 20 സ്ഥാനാർത്ഥികളിൽ നീയാണ് ഏറ്റവും ഭാഗ്യവാൻ എന്നുള്ളത് അല്ലേട്ടൻ പറയാണ്. ചേട്ടാ, അതുപോലെയാണ് വടകരയുടെ സ്നേഹം. ഞാൻ വന്ന് ഇറങ്ങിയത് തൊട്ട് എന്റെ കാല് മര്യാദക്ക് നിലത്ത് കുത്തിയിട്ടില്ല, എന്നെ കൊണ്ട് നടക്കുകയാണ് വടകരക്കാരെന്ന് പറയുന്നത്. ഞാൻ ഈ ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഈ മലയോര മേഖലയിലെ ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് പറയുന്നു, ഒരു അവസരം കിട്ടിയ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നോ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മറ്റന്നാ പരിഹരിക്കാമെന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ മാത്രമായിരിക്കില്ല, അതിന്റെ മുന്നിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ നാടിന് ഉറപ്പായി തന്നെ പറയാൻ സാധിക്കും. ഇവിടുത്തെ കർഷകനും പ്രവാസിയും സാധാരണക്കാരനും കൃഷിക്കാരനും ഈ നാട്ടിലെ പാവപ്പെട്ടവരും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അത് പറയേണ്ടടുത്ത് പറയാനും അതിന് വേണ്ടത് ചോദിക്കേണ്ടടുത്ത് ചോദിക്കാനും അതിന് പരിഹാരം ചോദിച്ചു വാങ്ങേണ്ടടുത്ത് ചോദിച്ചു വാങ്ങാനും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയുന്നു. ഇന്നലെ 2:15 ഇന്ന് ഇങ്ങനെ പോയാൽ 3:15 ആൾക്കാർ വഴുതികളെ കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ബസ്സിലുള്ള ആൾക്കാരെ വോട്ട് ചെയ്യണേ. അതുകൊണ്ട് ദീർഘമായി ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ കഴിവുള്ള ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ സ്ഥലം വരെ ഉണ്ട് എന്നുള്ളത് പറയുന്നു. ഞാനൊരു കാര്യം പറയാം, നമുക്കൊരവസരം കിട്ടിയാൽ സ്പോർട്സ് വടകരയുടോ പേരാമ്പ്രയുടോ ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കില്ല എന്നുള്ളത്. പാലക്കാട്ടെ കുട്ടികൾ കോയമ്പത്തൂർ പോയിട്ടാണ് ട്രാക്കിൽ ഓടിയിരുന്നത്. കോയമ്പത്തൂർ പോയിട്ട് ഓടുമ്പോ അവിടുത്തെ കുട്ടികൾ ട്രെയിനിങ്ങിന് വരുമ്പോ ഇവർ മാറിക്കൊടുക്കണം. അപ്പൊ പിന്നെ ഈ കുട്ടികൾ മാറി നിൽക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നാഷണൽ സ്കൂൾ ഗെയിംസിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുട്ടികളാണ്. നമുക്കൊരവസരം തന്നു. കേശേട്ടൻ മന്ത്രിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റ് പാലക്കാടിനൊരു സിന്തറ്റിക് ട്രാക്കും ഗ്രൗണ്ടും അനുവദിച്ചു. അതിന്റെ പേരിൽ ഇപ്പോ അവിടുന്ന് ഒളിമ്പ്യൻ ശ്രീശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പരിശീലിക്കുന്ന സംവിധാനം അവിടെയാണ്. അപ്പൊ ചെറുപ്പക്കാരോട് ഉറപ്പ് പറയുന്നു, സ്പോർട്സ് നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കുമെന്നുള്ളത് ഉറപ്പ് പറയുന്നു. മലയോര കർഷകന്റെ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ നിരന്തരം ശബ്ദമുയർത്തും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ചെയ്തു തരുന്ന വോട്ടിന്റെ പേരിലോ എനിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചോദിക്കുന്നതിന്റെ പേരിലോ രണ്ടിന്റെ പേരിലും നിങ്ങൾ ഒരാളുടെ മുമ്പിലും തലതാഴ്ത്തി നിൽക്കേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല. പ്രവാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തൊട്ട് എനിക്ക് നിറഞ്ഞ പിന്തുണയാണ് തരുന്നത്. ഇന്ത്യൻ പാർലമെന്റിന് അകത്തും പുറത്തും സാധാരണക്കാരനായ പ്രവാസി മലയാളിയുടെ ശബ്ദമായി ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള വാക്കും ഈ സംഗമത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. അതിന്റെ ഇടക്കാണ് ബോംബ് പൊട്ടി ആൾക്കാർ മരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ജനാധിപത്യത്തിൽ ബോംബ്, തെരഞ്ഞെടുപ്പിൽ ബോംബിനൊരു സ്ഥാനമില്ല. ആളുകളെ കൊല്ലാനല്ലാതെ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ആ ഉപകാരമില്ലാത്ത സാധനം ഉണ്ടാക്കി ശേഖരിച്ചു വെച്ചത് എന്തിനായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു? അതവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആരൊക്കെ പരിക്കേൽക്കുമായിരുന്നു, ആരൊക്കെ മരിക്കുമായിരുന്നു? നിങ്ങൾ ഏതെങ്കിലും ഒരു അമ്മയോ ഉമ്മയോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് പരിക്കേറ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? എതിർ രാഷ്ട്രീയക്കാരന് പരിക്കേൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ആരും ആഗ്രഹിക്കുന്നില്ല. നാട്ടിലൊരമ്മയും നാട്ടിലൊരു ഉമ്മയും എതിർ രാഷ്ട്രീയക്കാരനും പരിക്കേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ അമ്മ മനസ്സാഗ്രഹിക്കാത്തൊരു കാര്യം വടകരയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ CPIM സാധാരണ പ്രവർത്തകർ അവരും ചോദ്യം ചെയ്യണം. കാരണം അവൻ പോസ്റ്റ് ഒട്ടിക്കുമ്പോ, അവൻ ഫ്ലക്സ് വെക്കുമ്പോ, അവൻ ചുമരെഴുതുമ്പോ വേറെ ചില ആൾക്കാർ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അവരെന്തിനായി കഠിനാധ്വാനം നടത്തുന്നത്?
അവരും ചോദ്യം ചെയ്യണം. അവരുടെ കയ്യിലും വോട്ടിംഗ് മെഷീൻ കിട്ടിയാൽ അവരും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ പോയിട്ട് വരാം. ബോംബിനേക്കാൾ കരുത്ത്, വാളിനേക്കാൾ കരുത്ത്, വെട്ടിനേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. അതറിയുമ്പോ ഈ പ്രശ്നങ്ങൾ തീരും. അതല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. നമുക്ക് അതിനെതിരായി സമാധാനത്തിന് വേണ്ടി നിൽക്കണം. നേരത്തെ കേസേട്ടൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഇന്ത്യയെ നയിക്കുമ്പോ അതിന്റെ ഭാഗമാവാൻ വടകര മുന്നിൽ ഉണ്ടായിരിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഞാൻ മെല്ലെ പോയിട്ട് വരട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ഈ 26-ാം തീയതി രാവിലെ കുളിച്ചു മാറ്റിയ ആദ്യത്തെ പണിയെന്താ? അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അന്ന് ഒരു കട്ടൻ ചായ പഴയ എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. അതുണ്ടാക്കിയിട്ടൊന്ന് നിങ്ങൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണം പറഞ്ഞ് കച്ചറ ഉണ്ടാക്കരുത്. ഇനി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലും അന്ന് ഉണ്ടാക്കി കൊടുക്കണ്ട. CPM വിട്ടിട്ട് അലിക്ക നമ്മുടെ കൂടെ വരുന്നു എന്നാണ് സംഘാടകരോട് പറയുന്നത്. ഞാൻ സാങ്കേതികമായി ഷോൾ അന്വേഷിച്ച് മുമ്പിൽ സെൽഫി എടുക്കാനാണ്. അപ്പൊ 26-ാം തീയതി രാവിലെ നേരത്തെ പോളിംഗ് ബൂത്തിൽ പോവോ? ഉച്ചക്കല്ലേ പോവാ? രാവിലെ പോവോ? ഉച്ചക്ക് ശേഷമാക്കിയാലോ? രാവിലെ പോവും. വാക്കാണ്. പിന്നെ ഇവരോട് എല്ലാ വീട്ടിലും ഒന്നുകൂടെ ഒന്ന് മര്യാദക്ക് കയറാൻ പറയണേ. നിങ്ങളും കയറണം കേട്ടോ. ഞാൻ ഇറങ്ങുകയാണ്. കേസിയേട്ടന്റെ ഈ മീറ്റിംഗിലെ സാന്നിധ്യം ഞാൻ എപ്പോഴും പറയുന്നു, ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുപാട് അവസരങ്ങൾ എത്തുമായിരുന്നു. അപ്പൊ സാറിന്റെ മനസാക്ഷിയും ഞങ്ങൾക്കൊക്കെ ഒരു തണലായി ഇപ്പോഴും കൂടെ നിൽക്കുന്ന, ഒരു പ്രോത്സാഹനം നൽകുന്ന കേസിയേട്ടന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ യോഗത്തിൽ അറിയിക്കുകയാണ്. ഞാൻ അടുത്ത നേരെ വൈകി നിൽക്കുന്ന പോയിന്റിൽ ആൾക്കാരെ ചീത്ത പോയി കേട്ടിട്ട് വരാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. സർവേക്കാരെ ആദ്യം എന്നോട് 6% തോക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു 3% തോക്കുന്നു. ഇപ്പൊ അവര് പറയുന്നു ഒപ്പത്തിനൊപ്പമാണ്. അപ്പൊ ഒരു ചാനൽ ചോദിച്ചു, നാളെ ജയിക്കും എന്നുള്ള സർവേ വന്നാൽ എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തോക്കുന്നുള്ള സർവേ വന്നാലും എനിക്ക് സന്തോഷം, നിങ്ങൾ ജയിക്കുന്നുള്ള സർവേ വന്നാലും എനിക്ക് സന്തോഷം. കാരണം ഞാൻ വിശ്വസിക്കുന്നത് സർവേ അല്ല, വടകരയിലെ ജനങ്ങളെയാണ് എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളുമല്ലോ. പോയിട്ട് വരട്ടെ. ശരി.